യേശുവേ, അങ്ങയുടെ തിരുവചനം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ തിരുവചനങ്ങൾ. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. യേശുനാഥൻ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത് മനുഷ്യമക്കളായ നമുക്കെല്ലാവർക്കും സമാധാനം നിറയുന്നതിനു വേണ്ടിയാണ്. മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ട എല്ലാവർക്കും അവിടുന്ന് ജാതി മതമൊന്നും വ്യത്യാസമില്ലാതെ ഏവർക്കും സമാധാനം പ്രദാനം ചെയ്യുന്നതിന് തന്നെയാണ് ഈ ഭൂമിയിൽ വന്ന് മനുഷ്യനായി പിറന്നത്. ഒടുവിൽ അവിടുന്ന് മരിച്ച് ഉത്ഥാനം ചെയ്തു എന്ന് നമുക്കറിയാം. ആ ഉത്ഥാനം ചെയ്ത യേശുനാഥനാണ് ഇന്ന് നാം വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗത്തിൽ 2 പ്രാവശ്യം അവരോട്, ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. ആ സമാധാനം നാം അനുഭവിക്കാൻ അവിടുത്തെ വചനങ്ങൾ, ദൈവകൽപ്പനകൾ നാം പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം. അതിന് നമുക്ക് അറിവ് ലഭിക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം ലഭിക്കണം. ഈ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം അവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും അവിടുന്ന് നൽകുന്നു. പണ്ഡിതനെന്നോ പാമരനെന്നോ വിദ്യാസമ്പന്നനെന്നോ അല്ലെങ്കിൽ അക്ഷരാഭ്യാസമില്ലാത്ത ആളെന്നോ ഒന്നും അവിടുന്ന് കണക്കാക്കുന്നില്ല. മറിച്ച് ദൈവമേ, അവിടുത്തെ ജ്ഞാനം, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ വിവേകം എനിക്ക് നൽകണമേ എന്ന് നാം പ്രാർത്ഥിച്ചാൽ അവിടുത്തെ വചനങ്ങൾ ഗ്രഹിക്കുവാനും നമ്മുടെ ജീവിതം സമാധാനപൂർണ്ണമാക്കാനും അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അതാണ് നാം ഈ വായിച്ചു കേട്ട ഭാഗത്ത് അവിടുന്ന് വീണ്ടും വീണ്ടും നമ്മോട് ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. ഇന്ന് മനുഷ്യന് വേണ്ടതും അത് തന്നെയാണ്, സമാധാനമാണ്. അതുകൊണ്ട് നമുക്ക് ആ സമാധാനത്തിനു വേണ്ടി പ്രയത്നിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കാം. ഏവർക്കും ആ സമാധാനം നിറയട്ടെ എന്ന് ആശംസിക്കുന്നു.